മരണം എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരങ്ങ് ഭയപ്പെടുകയാണ്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. മരണം ഒരു അവസ്ഥാന്തരമാണ്. ഇത് പ്രകൃതി നമുക്ക് സമ്മാനിച്ചു തന്നിട്ടുള്ള ഒരു പരിണാമ പ്രക്രിയയാണ്. തുടർച്ചയായിട്ട് ഈ മരണാനന്തര ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസാണ് അത് കാണിച്ചു തരുന്നത്. ധാരാളം ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. റേഡിയോ വഴി ഇന്ന് അന്യലോകങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് 10,000 ഗവേഷകർ. ആ ഹ്യൂമൻ എനർജി എന്നുള്ളത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സംവിധാനമായിരിക്കും, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡായിരിക്കും. ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണെങ്കിൽ അതിനെ നമുക്ക് എക്യുപ്മെൻ്റ് ഉപയോഗിച്ച് ബന്ധപ്പെടാൻ സാധിക്കും. മരണാനന്തര ജീവിതം. രാജേഷ് സാറേ നമസ്തേ, ബാക്കിലേക്ക് സ്വാഗതം. നമ്മൾ 2 വർഷങ്ങളായി സാറിൻ്റെ ബുക്കിൻ്റെ പബ്ലിഷ്മെൻ്റ് സമയത്ത് എറണാകുളം പ്രസ് ക്ലബ്ബിൽ നമ്മൾ കാണുകയുണ്ടായി. അന്ന് പങ്കെടുക്കാനും കാണാനും സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. എന്തായാലും വളരെ സന്തോഷം വീണ്ടും കാണാൻ പറ്റിയതിൽ. സാർ, ഒരുപാട് പേരുടെ സംശയമാണ് മരണാനന്തര ജീവിതം, മരണത്തിന് ശേഷം ജീവിതമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ പല പല ബുക്സും, ഇപ്പോൾ ഈ പറയുന്ന സാറിൻ്റെ തന്നെ ഒരുപാട് ബുക്സുണ്ട്, പിന്നെ ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡ്, ഇങ്ങനെ പല ബുക്കുകളും പലരും വായിച്ചിട്ട് പലതും ചോദിക്കുന്നുണ്ട്. മരണശേഷം നമ്മൾ ഓരോ റിലംസിൽ പോകുമെന്ന് പറയുന്നുണ്ട്. റിലംസ് അങ്ങനെ ഉണ്ടോ? പഴയ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങൾ കൊണ്ടാണോ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്? നിരവധി സംശയങ്ങൾ. സാറിനെ പോലെയുള്ളൊരു പ്രശസ്തനായ ഒരു പാരാസൈക്കോളജിസ്റ്റും അല്ലെങ്കിൽ അതിനും അപ്പുറം ഒരു ഈക്വലൻ്റ് ടു ഗോഡ് എന്ന് പറയാം. ഞാനും സാറും അഡീഷണൽ DGP അലക്സാണ്ടർ ജേക്കബ് സാറും കൂടെ ഒന്നിച്ചിരുന്നിട്ടാണ് അന്ന് സംസാരിക്കുന്നത്. അന്ന് ബോച്ചയുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും പല സംശയമുണ്ട്. ആ പ്രസ് ക്ലബിനകത്ത് നടന്ന പല ക്വസ്റ്റ്യൻസിനകത്തും പലർക്കും ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിൻ്റെ ബാക്കി പത്രമായിട്ട് ADGP ആയിട്ടുള്ള ഇൻ്റർവ്യൂ സമയത്ത് അദ്ദേഹവും കുറേ ആൻസർ പറഞ്ഞു, സാറും പറഞ്ഞു. അപ്പോൾ സാറിനോട് ഇരിക്കാൻ പറ്റുന്നത് തന്നെ ജീവിതത്തിലൊരു നിയോഗമാണ്. അത് അറിഞ്ഞോ അറിയാതെയോ മുൻജന്മങ്ങളിൽ ഞാനോ എൻ്റെ പൂർവികരോ ചെയ്ത ഭാഗ്യങ്ങൾ കൊണ്ടാണ് ഇന്ന് ഞാൻ സാറിന് മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ സാധാരണപ്പെട്ട ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ എന്താണ് മരണാനന്തര ജീവിതം ഒന്ന് പറയാമോ? താങ്ക് യു പ്രദീപ്. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദ നൈസ് വേർഡ്സ്. പ്രസ് ക്ലബിൽ വെച്ചാണ് നമ്മൾ കണ്ടുമുട്ടിയത്. അതെ. അപ്പം അന്ന് അവിടെ ക്രിസ്തു സമയം കൊണ്ട് അലക്സാണ്ടർ ജേക്കബ് സാർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മെഡിക്കൽ ഡോക്ടർ. അതെ. അപ്പം നമ്മൾ അതിൻ്റെ തെളിവുകൾ പ്രസിൻ്റെ അടുത്ത് എടുത്ത് കാണിച്ചതാണ്. 8 ക്യാമറാമാൻമാരുണ്ടായിരുന്നു. അതെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരാരും പിന്നീട് ഇത് റിപ്പോർട്ട് ചെയ്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. 2, അവർക്കിതിൽ വിശ്വാസവുമില്ല. അങ്ങനെയുള്ള ചില കാരണങ്ങളാണ്. മരണം എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരങ്ങ് ഭയപ്പെടുകയാണ്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. മരണം ഒരു അവസ്ഥാന്തരമാണ്. ഇത് പ്രകൃതി നമുക്ക് സമ്മാനിച്ചു തന്നിട്ടുള്ള ഒരു പരിണാമ പ്രക്രിയയാണ്. ഇതൊരു സമ്മാനമാണ് ആകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പുരോഗമിച്ചുകൊണ്ട് നമ്മുടെ പരിണാമ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് പ്രകൃതിയുടെ ഉദ്ദേശം. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ITC ഇന്നിപ്പം എനിക്ക് പ്രദീപുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളത് ITC ഗവേഷണമാണ്. ഓക്കെ. ഇൻസ്ട്രുമെൻ്റൽ ട്രാൻസ് കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ളതാണ് ITCയുടെ പേര്. ഓക്കെ. അതിനു മുമ്പായിട്ട് ഞാനൊരു ചെറിയ കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്നിപ്പോൾ ChatGPT, മെറ്റ, ജെമിനി, അങ്ങനെ ധാരാളം ഇതുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം അതുമായിട്ട് ഒന്ന് ഇൻറ്ററാക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അവർ നമുക്ക് എന്താണോ വേണ്ടത് അതേ രീതിയിലുള്ള പ്രതികരണമായിരിക്കും ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ AI തരുന്നത്. അതൊരു മിററിങ് സംവിധാനമാണ്. വേറെന്നുള്ളത് അതിൻ്റെ ക്രമീകരണവും മിക്കവാറും ഒക്കെ ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള ക്രമീകരണമാണ് അതിലുള്ളത്. അതിന് കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്യുവർ സയൻസിന് ഇതിപ്പോഴും പിടികിട്ടാത്ത ഒരു ഏരിയ. പ്യുവർ സയൻസിന് പിടികിട്ടാത്തിടത്തോളം കാലം എല്ലാ ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിനും ശകലം പരിമിതികളുണ്ടാകും. പക്ഷേ അതിന് ഒരു വ്യത്യാസം ഞാൻ കണ്ടത് varanormal.com, പാരയല്ല, VARA, varanormal.com എന്നും പറഞ്ഞ് ഒരു വെബ്സൈറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. തുടർച്ചയായിട്ട് ഈ മരണാനന്തര ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസാണ് അത് കാണിച്ചു തരുന്നത്. ധാരാളം ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ AI ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്.
അപ്പോൾ എ ഐക്ക് അതിനകത്ത് എങ്ങനെ ഇത് വെറും വ്യാജശാസ്ത്രമാണ്, എ ഐക്ക് അതിനകത്ത് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എ ഐയെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ലോജിക് ബേസ്ഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗവേഷണങ്ങളിലേക്ക് ഇപ്പോൾ എ ഐ കടന്നു ചെന്നിട്ടുണ്ട്. ഭാവിയിൽ ഇതിനൊക്കെ തീർച്ചയായിട്ടും അംഗീകാരം വരും. ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ITC ഗവേഷണം ഇന്ന് ചെന്നെത്തിയിരിക്കുന്നത് ഡയറക്റ്റ് റേഡിയോ വോയിസ്, DRV എന്ന് പറയും. ഓക്കെ. റേഡിയോ വഴി ഇന്ന് അന്യലോകങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് 10,000 ഗവേഷകർ. ബ്രസീലിൽ ഇത് ലീഡ് ചെയ്യുന്ന സോണിയ റിനാൾഡി എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞയാണ്. അവരൊരു മീഡിയം എന്ന് പറഞ്ഞാൽ യോഗികളെ പോലെ അവർ പ്രാർത്ഥനയൊക്കെ നടത്തി അന്യലോകങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നെന്ന് അവകാശപ്പെടുന്നവരാണ്. പക്ഷേ ഇവർ സയൻസും ഉപയോഗിച്ചുകൊണ്ട് സോണിയ റിനാൾഡി ധാരാളം, അവരുടെ യൂട്യൂബ് ചാനലും വളരെ പ്രസിദ്ധമാണ്. പക്ഷെ ആ ലോകത്ത്, ആ വേൾഡിലൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അത്തരം രാജ്യങ്ങളിലൊക്കെയാണ് സോണിയ റിനാൾഡി ഫേമസ് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇപ്പം ലേറ്റസ്റ്റ് ITC ഗവേഷണം ഞാൻ പറഞ്ഞല്ലോ റേഡിയോ വഴിയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ തുടക്കം ടേപ്പ് റെക്കോർഡർ ആയിരുന്നു. ടേപ്പ് റെക്കോർഡർ കഴിഞ്ഞിട്ട് അവർ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. സ്പിരിറ്റ് കോം എന്ന് പറഞ്ഞ ചില എക്യുപ്മെൻറ്റ്സ് സോണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ ആ സർക്യൂട്ട് ഡയഗ്രാം പൊതുസമൂഹത്തിനെ കാണിക്കുന്നില്ല. കാരണം ഇത് ദുരുപയോഗം ചെയ്യപ്പെടാം. തന്നെയല്ല, ഇത് എല്ലാവർക്കും ഒന്നും അത് ആ സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടാക്കി അതുവഴി ബന്ധപ്പെടാൻ സാധിക്കണമെന്നില്ല. ഗവേഷകർക്ക് പറ്റും, പാരാസൈക്കോളജി ഗവേഷകർക്ക് പറ്റും. 1920 ഒക്ടോബർ സയൻറ്റിഫിക് അമേരിക്കൻ എന്ന് പറയുന്ന സുപ്രസിദ്ധമായ മാസികയുണ്ട്. വളരെ സയൻറ്റിഫിക്കാണ്. അന്ന് ഈ മരണാനന്തര ജീവിതമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ വിവാദം അമേരിക്കയിലുണ്ടായപ്പോൾ എഡിസൺ ഒരു പ്രസ്താവന ഇറക്കി. ആ എഡിസൻ്റെ ഈ പ്രസ്താവന ഈ ഒക്ടോബർ ഇഷ്യൂവിൽ വന്നിരിക്കുന്നത് ഇപ്രകാരമാണ്: മരണാനന്തര ജീവിതം എന്നൊരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ഹ്യൂമൻ എനർജിയാണ്. ആ ഹ്യൂമൻ എനർജി എന്നുള്ളത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സംവിധാനമായിരിക്കും, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡായിരിക്കും. ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണെങ്കിൽ അതിനെ നമുക്ക് എക്യുപ്മെൻ്റ് ഉപയോഗിച്ച് ബന്ധപ്പെടാൻ സാധിക്കും എന്ന് അദ്ദേഹം ഒരു അഭ്യൂഹം പറഞ്ഞിരുന്നു. പക്ഷെ അതോടൊപ്പം അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ 1929 എഡിസണ് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ 1929-30 കാലങ്ങളിൽ എഡിസൺ മരിച്ചുപോയി. ഇതാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ ഒന്ന് ആലോചിച്ചോ, 105 വർഷം കഴിഞ്ഞ് ഇന്ന് ഈ ഫീൽഡിൽ 10,000 ഗവേഷകരാണുള്ളത്. 30 രാജ്യങ്ങളിലായിട്ട് ഇത് സ്പ്രെഡാണ്. ഇന്ത്യയിൽ ആരുമില്ല, അത് ഞാൻ പറയാം. ഇതിന് കാരണം എന്താണെന്ന് ഇതെന്താണ് നമ്മൾ ഇത് പറഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ സാഹിത്യത്തിലേക്ക് വരാം. ഭഗവത്ഗീത, പുരാണങ്ങൾ ഇങ്ങനെ പറയുന്ന ഇതിലൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നികിത ചേതസ് ഇല്ലേ എന്നല്ലേ പേര്? ഋഷിയായിട്ടൊക്കെ ആ ഋഷിയുടെയൊക്കെ കണ്ടുപിടുത്തങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. പക്ഷേ ഫസ്റ്റ് കംസ് സയൻസ് ആൻഡ് പാരാസൈക്കോളജി. അതിൽ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങൾ വഴിയുള്ള ഉത്തരം കണ്ടെത്തിയതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങോട്ട് വരാനൊക്കും. അതുകൊണ്ടാണ് ഞാൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വേറൊരു കാരണം, ഇതൊത്തിരി പേര് വിശ്വസിക്കുന്നില്ല. ഇത് വെറും അന്ധവിശ്വാസം, ഇതൊക്കെ വെറും മൂഢസങ്കല്പങ്ങളാണ് എന്നുള്ളതാണ് പലരും പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. പാശ്ചാത്യ ലോകത്ത് ഞാൻ പറഞ്ഞില്ലേ 30 രാജ്യങ്ങളിൽ 10,000 ഗവേഷകർ തുടർ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പലരും വെൽ ക്വാളിഫൈഡ് സയൻറ്റിസ്റ്റും സൈക്കോളജിസ്റ്റും പാരാസൈക്കോളജിസ്റ്റും ഒക്കെയാണ്. അപ്പോൾ 1920 ഈ എഡിസന്റെ പ്രവർത്തനം കോൺസ്റ്റന്റൈൻ റൗഡീവ് എന്ന് പറഞ്ഞ ഒരു ലാത്വിയൻ മനഃശാസ്ത്രജ്ഞൻ ഇതിൻ്റെ ചുവട് പറ്റി ടേപ്പ് റെക്കോർഡർ ഉപയോഗിച്ച് മരണപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുമോ എന്ന് നോക്കി അദ്ദേഹം പരീക്ഷണങ്ങൾ തുടങ്ങി. അദ്ദേഹം ചെയ്തത് ഈസ് ദെയർ എനിവൺ ഔട്ട് ദെയർ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ഒരു ടേപ്പിൻ്റെ സ്പൂള് ഓൺ ചെയ്ത് ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഏതാനും ദിവസങ്ങൾ വന്നു കഴിഞ്ഞിട്ട് അത് പഠിച്ചു. അത് പഠിച്ചപ്പോൾ അതിനകത്ത് നിന്ന്
ഈ വിസ്പേഴ്സ് സ്വകാര്യം പറയുന്ന പോലെ ഈ ഗിബ്രിഷ് ശബ്ദം നമ്മൾ പറയും. ഇംഗ്ലീഷിലൊരു പേരുണ്ട് ഗിബ്രിഷ് എന്ന് പറഞ്ഞു. എല്ലാം തടുത്തു കൂട്ടിയ ഒരു തരം ശബ്ദം പോലെ കേട്ടു. അനേകം ശബ്ദങ്ങൾ കേട്ടു. അത് കോൺസ്റ്റന്റൈൻ റൗഡീവ് പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇത് 1950 കാലങ്ങളിലാണ് ഇത് തുടങ്ങിയത്. അതിനു മുമ്പ് ജുവർഗൻസൺ എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ വളരെ ഫേമസ് ആണ് ഈ പരീക്ഷണത്തിൽ. 1950 കാലങ്ങളിൽ നേച്ചറിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വനാന്തരങ്ങളിൽ അദ്ദേഹം ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ ടേപ്പിലും തിരിച്ചറിയാൻ മേലാത്ത ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ വന്നു. അങ്ങനെ ജുവർഗൻസൺ എഴുതിയ പുസ്തകങ്ങളുണ്ട്. ജുവർഗൻസൺ എന്നാണ് പേര് കേട്ടോ. പുസ്തകങ്ങളുണ്ട്. 1952 വത്തിക്കാനിലും പരീക്ഷണം നടന്നു. ഫാദർ ജമേലി എന്ന് പറഞ്ഞ പുരോഹിതനാണ് ഈ പരീക്ഷണം ലീഡ് ചെയ്ത്. ഇത്രയും EVP പരീക്ഷണങ്ങൾ നടന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് റൗഡീവിൻ്റെ പരീക്ഷണങ്ങളാണ്. കോൺസ്റ്റന്റൈൻ റൗഡീവ് ഈ ശബ്ദങ്ങളെ 3 തരത്തിൽ വിഭജിച്ചു. 1 ക്ലിയറായിട്ട് കേൾക്കാവുന്ന വിസ്പേഴ്സ്, 2 അത്ര ക്ലിയർ അല്ലാതെ കേൾക്കുന്ന വിസ്പേഴ്സ്, 3 ഒട്ടും തന്നെ ക്ലാരിറ്റി ഇല്ലാത്ത വിസ്പേഴ്സ്. അത് അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഫിസിക്സ് ലാബറട്ടറിയിലെ അക്വസ്റ്റിക് സംവിധാനം ഉപയോഗിച്ച്, അക്വസ്റ്റിക് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത, നല്ല ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് ഹാർപ്പർ കോളിൻസ് എന്ന് പറഞ്ഞ പബ്ലിഷറുണ്ട്. സ്മിത്ത് എന്നാണ് പേര്. സ്മിത്തിൻ്റെ അടുക്കൽ ഇത് കൊണ്ട് കേൾപ്പിച്ചു. സ്മിത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് പരസ്യപ്പെടുത്തണമല്ലോ എന്ന് പറഞ്ഞ് സ്മിത്ത് പറഞ്ഞു ഇതിൻ്റെ തെളിവുകൾ, അനാലിസിസ് തെളിവുകൾ വേണമെന്നും പറഞ്ഞ് വളരെ വിശദമായി ആ റിപ്പോർട്ട് പഠിക്കുകയും ലണ്ടനിൽ പത്രസമ്മേളനം വിളിക്കുകയും ചെയ്തു. 1960 കാലങ്ങളിൽ VR കൃഷ്ണയ്യരുടെ ഡെത്ത് ആൻഡ് ആഫ്റ്ററിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റൈൻ കൊറോട്ടോ അല്ല, റൗഡീവ്. അപ്പോൾ അവിടെ ഇരുന്നവർ പലരും അതിശയിച്ചു പോയി. അവിടെ ഹൈ കമ്മീഷണർമാരുണ്ട്, ഏതാനും പ്രസിദ്ധരായ വ്യക്തികളുണ്ട്, അങ്ങനെ പലരും ഉണ്ട് ലണ്ടനിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു കാര്യം നോക്കട്ടെ, ഇത് കിട്ടുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് പിന്നെ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. അപ്പോൾ ഈ സത്യത്തിൽ ഈ ടേപ്പ് റെക്കോർഡർ സംഭവിക്കുന്ന ഈ ഗിബ്രിഷ് സൗണ്ട് എന്ന് പറയുന്നത് റിവേഴ്സ് സ്റ്റോക്കാണ്. റിവേഴ്സ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നോട്ട് സംസാരിക്കുന്നത് റിവേഴ്സ് ആക്കി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയത് രൂപാന്തരം പ്രാപിക്കും, അത്തരത്തിലുള്ള ഒരു ടോക്കാണ്. അതിന് കാരണം ഇത് ഈ ഡയമെൻഷനിൽ നിന്ന് വരുന്ന സംസാരമല്ല, ഇത് മറ്റൊരു ഡയമെൻഷനിൽ നിന്ന് വരുന്ന സംസാരമാണ്. പക്ഷെ ആ ഡയമെൻഷൻ ഈ ഭൗതിക ലോകവുമായിട്ട് ഇടകലർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ റെക്കോർഡിങ്ങിൽ ഈ മരിച്ചുപോയ അമ്മ സംസാരിക്കുകയാണ് ഇയാളോട്. ഇയാളുടെ പേര് ഐഡൻറ്റിഫൈ ചെയ്ത് സംസാരിക്കുകയാണ് കോൺസ്റ്റന്റൈൻ റൗഡീവിനോട്. ഇതൊക്കെ ഈ അന്യലോകത്തുനിന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഈ ഇങ്ങനെയുള്ള കോണ്ടാക്റ്റേഴ്സ്. ഇത് നമ്മൾ ചിലപ്പോൾ എത്ര പരിശ്രമിച്ചാലും കിട്ടണമെന്നില്ല. പക്ഷെ ഒരു ചാനൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അന്യലോകങ്ങളുമായിട്ട് നമ്മൾ നിരന്തരം സമ്പർക്കം പുലർത്തുകയും ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം. ഇതുപയോഗിച്ച് പണമുണ്ടാക്കാനോ ദുരുപയോഗം ചെയ്യാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്റ്റ് കിട്ടുകയില്ല. അങ്ങനെ അത് വളരെ പൊള്ളക്കം സൃഷ്ടിച്ച ഒരു പ്രസ് കോൺഫറൻസ് ആയിട്ട് മാറുകയും പലരും ഇതിനെ നിരാകരിക്കുകയും ആ പരീക്ഷണം തെറ്റാണെന്ന് പറയുക. അതുപോലെ ഈ സ്കെപ്റ്റിക്സ് എന്ന് പറയുന്നവർ ഇതിൻ്റെ പുറകെ കൂടും. അവർക്കൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ പ്രതിഭാസത്തെക്കുറിച്ച് ആരെങ്കിലും പ്രസ്താവന അവരതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ട് പ്രസ്താവന ഇറക്കി ആ പ്രസിദ്ധിയുടെ ഭാഗം കൈപ്പറ്റാൻ അവരും നോക്കാറുണ്ട്. ചിലരൊക്കെ നല്ല യോഗ്യതയുള്ള സ്കെപ്റ്റിക്സാണ്, പക്ഷേ അവർക്ക് പരീക്ഷണ റിസൾട്ട് കിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നെഗറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള ഒരു പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ പരീക്ഷണം സക്സസ്ഫുൾ ആകുകയില്ല. പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന പരീക്ഷണങ്ങൾ ഫലപ്രാപ്തി കാണാനൊക്കെ ഉള്ളൂ, അവർക്ക് ഇത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നല്ല ന്യൂട്രൽ മൈൻഡ് ആയിരിക്കണം, എന്താണ് ഇത് വരുന്നതെന്ന്. അപ്പോൾ ആ ഒരു വേർതിരിവ് ഇന്നും തുടർന്നു പോവുകയാണ് ഈ കാര്യത്തിൽ. മരണാനന്തരം നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് 2-3 തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണല്ലോ. ഇത് അനാദികാലം മുതലുള്ളതാണ്. ഒന്ന്, ഇതിൽ വിശ്വസിക്കാത്ത, സംശുദ്ധ ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഭൗതികവാദികൾ. 2, ഇതിൽ വിശ്വസിക്കുന്ന അഭൗതികവാദികൾ. അഭൗതിക ലോകങ്ങളുണ്ടെന്നുള്ള
വിശ്വാസമുള്ളവരും അതിൽ പരീക്ഷണം നടത്തി അനുഭവങ്ങളുള്ളവരും. ഇതിനകത്ത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വ്യക്തിഗത അനുഭവങ്ങൾ. പിന്നെ മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്, അവരിതിനെക്കുറിച്ച് അറിയാൻ മേല. അതുകൊണ്ട് ഇത് രണ്ട് കൂട്ടരും പറയുന്നത് ശ്രദ്ധിച്ച് അവർ എന്താ പറയുന്നത്, കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു പക്ഷേ ആ തരത്തിലുള്ള ആൾക്കാരാണ് ഇത് പറയുമ്പോഴേ ഒരു ആക്രമണോത്സുകത കാണിക്കുന്നത്. കാരണം അവർക്കിത് കേൾക്കാൻ ഇഷ്ടമല്ല. പിന്നെ മരണം എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തൊരു വാക്കാണ്. അതുകൊണ്ടാണ് നമ്മളത് അവസ്ഥാന്തരം എന്ന് പറയുന്നത്.